സുഹൃത്തുക്കളെ, കേരളത്തിലെ യുവജന രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിലെ നേതൃത്വം കൊടുക്കുന്നവരുടെ പ്രകടനങ്ങൾ, അവരുടെ സംസാരങ്ങളൊക്കെ സാവൂതം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് ആ സമൂഹത്തിലെ യുവതലമുറ എന്നത്. ആ സമൂഹത്തിൻ്റെ നൊമ്പരങ്ങൾ, വേദനകൾ, രോഷങ്ങൾ, അവരുടെ ആശങ്കകൾ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ശുഭിത യൗവനം എന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നത്. കാരണം ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരാണ് യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ. അവരാണ് ഈ നാട്ടിൽ രാഷ്ട്രീയത്തിലും ഇവിടുത്തെ സാഹചര്യങ്ങളിലും ഒക്കെ മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അവരാണ് വിപ്ലവം നയിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണത്. അത് യൂത്ത് ലീഗും, യുവമോർച്ച, CPM-ൻ്റെ വിതരണ വിഭാഗമായിട്ടുള്ള DYFI, യൂത്ത് കോൺഗ്രസ്, അതേപോലെ AYF തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ യുവജന സംഘടനകളൊക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും വളരെ ഖേദകരമെന്ന് പറയട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള പുനഃസംഘടനയാണ്. യൂത്ത് കോൺഗ്രസ് കുറേ കാലമായിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൽ അഴിമതി, സ്വജനപക്ഷപാതം, പീഡനം, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന, അതേപോലെ ഒതുക്കൽ, വളർന്നു വരുന്നവരെ, കഴിവുള്ളവരെ, തങ്ങൾക്ക് ഭീഷണിയാണെന്ന് തോന്നുന്നവരെ വെട്ടി ഒതുക്കുന്ന ഒരു സ്വഭാവം യൂത്ത് കോൺഗ്രസിനകത്തുണ്ട് കുറച്ചു കാലമായിട്ട് ഉള്ളത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം അതിന് മേലെയുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അഖിലേന്ത്യാ ദേശീയ സെക്രട്ടറിമാരായിട്ട് കൊണ്ടുവന്നത് ഒന്ന് ഷിബിന, പിന്നെ ഒന്ന് ബിനു ചുള്ളിയിൽ, ജിൻഷാദ് ജിന്നാസ്, ശ്രീലാൽ AS, ഈ 4 പേരെ കൊണ്ടുവന്നത്. KM അഭിജിത്തിനെ പരിഗണിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ JS അഖിലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കൊണ്ടുവരാനായിരുന്നു ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോഴാണ് അട്ടിമറിക്കപ്പെട്ടത്. JS അഖിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഒക്കെ ആയി പ്രവർത്തിച്ചാണ്. തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല, ഞാനതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, ചർച്ചയിലൊന്നും വരാത്ത ഒരാളായതുകൊണ്ട്. അപ്പോൾ JS അഖിലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കുക എന്നുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടതാണ് ബോധപൂർവം. JS അഖിൽ രാഹുൽ മാങ്കുട്ടത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളാണ് KSUവിലും ബാക്കിയുള്ളതിലൊക്കെ. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണെന്നുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് നല്ല കണക്ഷൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്ന് എനിക്ക് വിവരങ്ങളെല്ലാം കിട്ടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ആ JS അഖിലിനെ വെട്ടി ഒതുക്കി മൂലയ്ക്കാക്കിയിട്ടാണ് ഇവർ അവിടെ പുനഃസംഘടന നടത്തിയത്. ഇപ്പോൾ KM അഭിജിത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഷാഫിക്ക് ശേഷം ജോയി വരുന്നു, ജോയിക്ക് ശേഷം KM അഭിജിത്ത് വരുന്നു. അഭിജിത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ഒരുപാട് സമര പ്രവർത്തനങ്ങൾ നടത്തിയതാണ്. അഭിജിത്തിനെതിരെ 40ഓളം പോലീസ് കേസുകളുണ്ട്. ആരെയും കക്കാനോ പിടിക്കാനോ പെണ്ണു പിടിക്കാനോ ഒന്നും പോയതിൻ്റെ കേസല്ല, വണ്ടിച്ചു കൊടുത്ത കേസല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി, സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഉണ്ടായ കേസുകളാണ്. അതിനെ ഫേസ് ചെയ്ത് കോഴിക്കോട് ജില്ലയിലും സമീപ ജില്ലകളിലും എല്ലാ സംഘടനാ പ്രവർത്തനം നടത്തുന്ന, മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന, റീൽസ് ഇട്ട് കളിക്കാത്ത MK രാഘവൻ MP, കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാഘവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ റിയലാണ്, റീൽസ് അല്ല രാഷ്ട്രീയം എന്ന് ബോധ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഇതിൽ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ യോഗ്യനാണ്. പെട്ടി തൂങ്ങി നടക്കുന്നവരെ, ശ്രുതി പാടുന്നവരെ, റീൽസിന് ഷോട്ട് എടുക്കുമ്പം അത് ഫോണിൽ അത് ഷൂട്ട് ചെയ്യുന്നവരെ, പുകഴ്ത്തിപ്പാടുന്നവരെ ഒക്കെ കൊണ്ടുവരുന്ന രീതി അത് ശരിയല്ല എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അഭിജിത്ത് ഉമ്മൻചാണ്ടിയുടെയും അതേപോലെ തന്നെ ബെന്നി ബെഹനാന്റെയും അന്തരിച്ചുപോയ PT തോമസിൻ്റെയും T സിദ്ദിഖിൻ്റെയും PC വിശ്വനാഥിൻ്റെയും ഒക്കെ ആശീർവാദത്തോടെയാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ തവണ കോഴിക്കോട് മത്സരിച്ചു. ഇത്തവണ കോഴിക്കോട് തന്നെ മത്സരിച്ചാലും, അതല്ലെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രനോട് പരാജയപ്പെട്ട് കഴിഞ്ഞ തവണ, അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ മത്സരിച്ചാലും ഒക്കെ വിജയസാധ്യതയുള്ള ചെറുപ്പക്കാരൻ കൂടിയാണ്. ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്നുള്ള ജോമോനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനുള്ളൊരു നീക്കം, ഞാനിനി പേര് പറയുന്നില്ല, ഞാനത് പറച്ചു നിർത്തി. ഈ ഒരു കോക്കസ്, യൂത്ത് കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കോക്കസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോമ വരുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. ജോമനെ പ്രാവശ്യം എന്നെ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെട്ട് ഒന്ന് സംസാരിച്ച അനുഭവം മാത്രമേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ അങ്ങോട്ടും വിളിക്കാൻ പോയിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വരേണ്ട ആദ്യത്തെ പേര് KM അഭിജിത്തിൻ്റെതാണ്. അതാണ് രാഘവേട്ടൻ പറഞ്ഞത്. അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ റോബർട്ട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതിനെക്കുറിച്ച് എന്നോട് കുറേ കോൺഗ്രസ്സുകാർ പറഞ്ഞു. റോബർട്ട് ഒരുപാട് ബുദ്ധിമുട്ടി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ആ റോബർട്ടിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മറ്റാക്കാന്നൊക്കെ പറഞ്ഞിരുന്നത്. സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടിരിക്കുക ഒരുപാട് സെക്രട്ടറിമാരിൽ. എന്നാൽ അഖിലേന്ത്യാ ഈ സെക്രട്ടറിമാരെ തീരുമാനിച്ചപ്പോൾ ആ റോബർട്ടിനെ ഒന്ന് കൺസിഡർ ചെയ്യായിരുന്നു. പേര് റോബർട്ട് എന്നാണെങ്കിലും അദ്ദേഹം ഈഴവ സമുദായത്തിലോ മറ്റോ പെട്ട ആളാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് പേര് വന്നതെന്നുള്ള കൗതുകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അന്വേഷിച്ച് വിളിച്ചു. ഞാൻ അങ്ങോട്ട് ഒന്നാമത് അങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടൽ വളരെ കുറവാണ് എൻ്റെ ഇതിൽ.
ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെട്ടിട്ടാണ് ഈ പലരുമായിട്ടും ബന്ധമുണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ബിനു ചുള്ളിയിൽ ആലപ്പുഴയിൽ നന്നായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണ്, അതിൽ സംശയമൊന്നുമില്ല. റീൽസ് ഒന്നും പരിപാടിയൊന്നുമില്ല, റിയലായിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല ആളുകളെയും വെട്ടി നിർത്തുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വീണ്ടും പ്രസംഗിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിൽ വന്നിട്ടുള്ള ഒന്ന് അഖിലേന്ത്യാ സെക്രട്ടറി ആയത് VK ഷിബിന, കണ്ണൂർ ജില്ലയിലെ പാനൂർക്കാരിയാണ്. ഞാനിന്ന് കരുതി എനിക്ക് പാനൂർ ഏറ്റവും ബന്ധമുള്ള എൻ്റെ വളരെ അടുത്ത ജ്യേഷ്ഠ സഹോദര തുല്യനായ ഒരു സ്നേഹിതനാണ് അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറും അതേപോലെ തന്നെ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള മുസ്ലിം കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ആവോളം ബഷീർക്ക് വിളിച്ചാലൊന്നും ഞാൻ കരുതി. പക്ഷേ ബഷീർക്ക് വിളിച്ചാലുള്ള കുഴപ്പം, ബഷീർക്ക് ഒരുപാട് പ്രായം, ഞങ്ങൾ 10-15 വർഷത്തെ ദൃഢമായ സൗഹൃദ ബന്ധമുള്ളവരാ. കണ്ടിട്ട് 10 വർഷം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുകയും എന്നെ വിമർശിക്കാനാ, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല രാജൻ ജോസഫ്, ഞാൻ നിങ്ങളൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്, വളരെ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനത്തെ സാമൂഹിക പ്രവർത്തനമായി കാണുന്ന, അതിനേക്കാളേറെ അതിലൂടെ എന്തൊക്കെ ചാരിറ്റി ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്ന, വിശ്രമ ജീവിതം നയിക്കേണ്ട സമയത്ത് അദ്ദേഹം ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ എന്നോട് പറയും നിങ്ങളത് ചെയ്യരുത് എന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള മട്ടിൽ ഞാൻ വീണ്ടും സ്റ്റോറി ചെയ്യും. പക്ഷേ സ്നേഹപൂർവ്വമുള്ള സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ ഞാൻ മടങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ ബഷീർക്ക് പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവല്ലേ, ഞങ്ങൾക്ക് ക്ഷീണം ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ പാനൂരിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് ഈ ബഷീർക്ക് വിളിക്കാതിരുന്നത്. അതിൻ്റെ പരിധിയിലാണ് ഈ ശിവനെ വരുന്നത്. ഇവർ ആകെ 3-4 വർഷത്തെ സംഘടനാ പ്രവർത്തനമേ ഉള്ളൂ. KSUവിൽ പ്രവർത്തിച്ചിട്ടില്ല, KSUവിൽ ഭാരവാഹിത്വം വഹിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് സുപ്രഭാതത്തിൽ വരുന്നു. മണ്ഡലം എന്ന് പറഞ്ഞാൽ അവർ മണ്ഡലം എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലം എന്ന് കരുതരുത്. അവരുടെ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്ലോക്കാണ് നിയോജക മണ്ഡലം. അവരുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തല കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് വരുന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 4 തവണയാണ് അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മൈക്കിൻ്റെ മുമ്പിൽ 5 മിനിറ്റ് സംസാരിക്കാനുള്ള കെൽപ്പ കുട്ടിക്കില്ല, സംഘാടകയല്ല, സ്വന്തം നാട്ടിലൊരു 5 ആളെ കൂടെ കൂട്ടാനുള്ള കഴിവ് ഇല്ല. ഇപ്പം സംസ്ഥാന സെക്രട്ടറി വൈസ് പ്രസിഡന്റോ മറ്റുമാണ്. നിയോജക മണ്ഡലത്തിൻ്റെ ഭാരവാഹി ആകാനുള്ള യോഗ്യത പോലും ഇല്ല. അതിനെ പിടിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കുന്നു. 1000 വനിതകൾ വന്നാൽ പോലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് 1000 വനിതകൾ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ പോലും ആ 1000 പേരിൽ ഒരാളാവാൻ പോലും യോഗ്യതയില്ലാത്തൊരു പെൺകുട്ടി എന്നാണ്. പെൺകുട്ടി, ഞാൻ അതിനെ കുറ്റം പറയല്ല, അതിൻ്റെ എബിലിറ്റിയെ കുറിച്ച് ആലോചിക്കണമല്ലോ. എങ്ങനെ വന്നു എന്നുള്ളതാണ്, ഈ പിൻവാതിൽ നിയമനം എങ്ങനെ നടന്നു എന്നുള്ളതാണ്. ഞാൻ അവരെ അവമാനിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ കഴിവില്ലായ്മയെക്കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടാവണം. ഇവരുടെ റിക്രൂട്ട്മെൻറ്റിനുള്ള ക്രൈറ്റീരിയ എന്താണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പിടിച്ച് തലപ്പത്തേക്ക് കൊണ്ടുവരികയും തങ്ങൾക്ക് താല്പര്യമുള്ളവരുടെ കഴിവില്ലായ്മകൾക്ക് നേരെ കണ്ണടക്കുകയും തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരുടെ കഴിവുകളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു വൈകൃതം യൂത്ത് കോൺഗ്രസിനകത്ത് കൊണ്ടുവന്നത് ഇപ്പം അടുത്ത കാലത്താണ്. പണ്ട് യൂത്ത് കോൺഗ്രസ് എന്തായിരുന്നു, PC വിശ്വനാഥ് പ്രസിഡന്റ് ആകുമ്പോഴും ലിജു പ്രസിഡന്റ് ആകുമ്പോഴും ടി സിദ്ദിഖ് പ്രസിഡന്റ് ആകുമ്പോഴും ഒക്കെ കത്തി നിന്നൊരു പ്രസ്ഥാനമല്ലേ. ഇപ്പം ചത്തെടുക്കുകയല്ലേ, ഇപ്പം ഫണ്ട് വെട്ടിക്കുന്നതിലല്ലേ താല്പര്യം. വ്യക്തിപരമായി ഫണ്ട് മേടിക്കുക അക്കൗണ്ടിലേക്കല്ലാതെ, അത്തരം കാര്യങ്ങളിലല്ലേ ഇവരുടെ താല്പര്യം. ഇതൊരു വനിത തന്നെ വേണമെന്നുണ്ടെങ്കിൽ സോയാ ജോസഫിനെ കൊണ്ടുവരാലോ. മിടുക്കിയായിട്ടുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ലീഡറല്ലേ സോയാ ജോസഫ്. മാധ്യമങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ. വേണ്ട, വീണ എസ് നായരുണ്ടല്ലോ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഓണം വട്ടിയൂർക്കാവിൽ മത്സരിച്ച് പരാജയപ്പെട്ട. വെള്ളിത്തിരയിലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത്, ആ ലൈം ലൈറ്റിൽ നിൽക്കുമ്പം അത്തരം മേഖലയിൽ നിന്നെല്ലാം മാറി പൂർണ്ണ സമയ പാർട്ടി പ്രവർത്തകയായി തലസ്ഥാന നഗരിയിലെ മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമര സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന വീണ എസ് നായർ എന്തുകൊണ്ട് പരിഗണിച്ചില്ല, സോയ ജോസഫിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അപ്പോൾ ഇവിടെ താല്പര്യം വേറെയാണ്. എന്തായിരുന്നാലും ഇത് ശരിയായ രീതിയിലേക്കല്ല പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് ഇത് സിദ്ദിഖ്, രാഘവേട്ടൻ, അങ്ങനെ തുടങ്ങി അവിടെയുള്ള ഒരുവിധം എല്ലാവരും വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, അഭിജിത്തിനേക്കാളും ജൂനിയറാണ് രാഹുൽ പോലും. രാഹുൽ മാങ്കുളത്തിൽ JS അഖിലിനെ ഒരുപാട് ജൂനിയറാണ്. JS അഖിലിനെ വെട്ടിമൂലയ്ക്കാക്കി. ഇപ്പം അഭിജിത്തിനെ വെട്ടിമൂലയ്ക്കാക്കാൻ നോക്കണം. എവിടേക്കാണ് ഇവർ പോകുന്നത്, ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇത് യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത കോൺഗ്രസ്സുകാരും സജീവമായിട്ട് പരിഗണിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏകാധിപത്യ ഭരണമല്ലേ ഉണ്ടാവുക. ഇവിടെ DYFIയും വേണം, യൂത്ത് കോൺഗ്രസും വേണം, യൂത്ത് ലീഗും വേണം, യുവമോർച്ചയും വേണം. AYF ഒക്കെ പിന്നെ ചെറിയ പാർട്ടിയാണ്.
ഒപ്പം നിൽക്കണവന് ഭാരം വെക്കുക, കഴിവുള്ളവനെ എങ്ങനെയും വെട്ടി ഒതുക്കുക, നമുക്ക് ഭീഷണിയാവും എഴുതിയിട്ട്. ഇതല്ല രാഷ്ട്രീയം. കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകനെ സഹോദരനെ പോലെ സ്നേഹിക്കുന്നത്, സഹോദരിയെ പോലെ സ്നേഹിക്കുന്നത്, അതാണ് യുവജന സംഘടനാ രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലും നമ്മളൊക്കെ പുലർത്തി പോന്നിട്ടുള്ളത്. അല്ലാതെ ഒപ്പമുള്ളവന് പാര വെക്കുകയല്ല. ഒപ്പമുള്ളവന് പാര വെക്കുമ്പോൾ എതിർ രാഷ്ട്രീയക്കാർക്കെതിരെ എങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക? ആശയപരമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും സമര സംഘടനാ രംഗത്താണെങ്കിലും എന്ത് വിശ്വസിച്ചാൽ നിങ്ങളുടെ കൂടെ ആൾക്കാർ വരിക? വനിതാ പ്രവർത്തകരൊക്കെ ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. മറ്റൊരു വരികയാണെങ്കിൽ ഇവരുടെ മുമ്പിൽ വിനീത വിധേയരുടെ വിദ്യാഭ്യാസം കിട്ടി ഇവരുടെ അനുയായികളായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം വളർത്താൻ ശ്രമിക്കുക. തങ്ങളെക്കാൾ കഴിവുള്ളവരെ വെട്ടിമാറ്റുക. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ നാശത്തിലേക്കാണ്. ആത്യന്തികമായി ഇത് 2026 UDF വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു പൊട്ടലിലേക്ക് അത് പോകും. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് കിട്ടുന്ന വിവരപ്രകാരം അഭിജിത്തിനെ കാര്യമായ രീതിയിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ്. മാത്രമല്ല അഭിജിത്തിനെയാണ് സംസ്ഥാന പ്രസിഡന്റാക്കി കൊണ്ടുവരേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ. എല്ലാത്ത സംശയം? മുമ്പ് അഖിലായിരുന്നു വരേണ്ടിയിരുന്നത്. അഖിലായിരുന്നു അതിന് യോഗ്യൻ. അഖിലായിരുന്നു ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത്. അതിനെ വെട്ടിമാറ്റിയിട്ടാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയോടെ പോയിട്ട് ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും നാടകം കളിക്കലും ഒക്കെ കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവർക്കൊന്നും ഉമ്മൻചാണ്ടിയുടെ ഒരു ആത്മാർത്ഥത ഉണ്ടായിട്ടല്ല. പേര് പറയാത്തത് ഞാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്, ഞാനത് അവരെ അറിയിച്ചുകൊണ്ടാണ്. ഞാൻ ഇനിയിപ്പോൾ വല്ലാതെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാത്തത്. പക്ഷേ ഇതൊരു സംഘടനയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ്. എന്നെ ഇന്നൊക്കെ വിളിച്ച എത്രയോ പേരെ വിളിച്ചതെന്നറിയോ? ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ബിനു ചുള്ളിയിൽ വളരെ അടിത്തട്ടിൽ നന്ന പണിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആലപ്പുഴ ജില്ലയ്ക്കകത്ത്. ബാക്കിയുള്ള എത്ര പേര് ലേബിൾ ആയിട്ടുള്ളവരുണ്ട്. എങ്ങനെയാണ് ഈ ഷിബിന ദേശീയ സെക്രട്ടറി ആയിട്ട് വരുന്നത്? ആരാണ് ഷിബിനയുടെ ഗോഡ് ഫാദർ? എന്തായിരുന്നു അതിൻ്റെ മാനദണ്ഡം? മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന്, AICCക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനൊക്കെ ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യമായ തിരുത്തലുകൾ വരുത്തിയിട്ടില്ലെങ്കിൽ ഇത്രേ പറയാനുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ, യു ആർ ഗോയിങ് ടു ദ റോങ് ഏരിയാസ് വേർ യു ഷുഡ് നോട്ട് ബി ഗോ.